ഇന്ന് നമ്മൾ ലൂപ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ ലൂപ്പ്? നമുക്ക് പ്രോഗ്രാമിങ്ങിൽ ചിലപ്പോൾ ചില സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട സമയത്താണ് നമുക്ക് ലൂപ്പ് ആവശ്യമായി വരുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എനിക്കിപ്പം ഹലോ എന്നൊന്ന് പ്രിന്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യും? പ്രിന്റ് ഹലോ ചെയ്യും. ഇത് ഞാൻ റൺ ചെയ്യാൻ പോവാണ്. ഇപ്പം എനിക്ക് ഹലോ കിട്ടി. ഈ ഹലോ 5 ടൈംസ് പ്രിൻറ്റ് ചെയ്യണം, 5 തവണ പ്രിൻറ്റ് ചെയ്യണം. എന്ത് ചെയ്യും? ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്ത് 5 തവണ പ്രിൻറ്റ് ചെയ്യിപ്പിക്കും, അല്ലേ? 5 തവണ എനിക്ക് ഹലോ പ്രിൻ്റായി കിട്ടി. എനിക്കിതിപ്പം 1000 ടൈംസ് റിപ്പീറ്റ് ചെയ്യണമെങ്കിലോ? നമുക്ക് 1000 ടൈംസ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അല്ലേ? ഇവിടെയാണ് നമ്മൾ ലൂപ്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് 2 തരത്തിലുള്ള ലൂപ്സ് ഉണ്ട്. വൈൽ ലൂപ്പും ഉണ്ട്, ഫോർ ലൂപ്പും ഉണ്ട്. ഇന്ന് നമ്മൾ വൈൽ ലൂപ്പിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു വാക്ക് 5 പ്രാവശ്യം പറയണമെന്ന് ഓർത്തു. ഇപ്പം നിങ്ങൾക്ക് പൈത്തൺ എന്ന് പറയുന്നൊരു വാക്ക് 5 പ്രാവശ്യം നിങ്ങളുടെ മനസ്സിൽ പറയണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾ കൈവിരലയിൽ 1 എടുക്കും, പൈത്തൺ എന്ന് പറയും. വീണ്ടും 2 എടുക്കും, പൈത്തൺ എന്ന് പറയും. 3 എടുക്കും, പൈത്തൺ എന്ന് പറയും. അങ്ങനെ 5 പ്രാവശ്യം നിങ്ങൾ കൈവിരലയിൽ നമ്പർ എടുത്തിട്ട് പൈത്തൺ എന്ന് പറയും. അപ്പോൾ ആദ്യം നമ്മൾ കൈവിരലയിൽ 1 എടുക്കുന്നത്, പിന്നെ 1 കൂട്ടിക്കൊടുക്കും. അതിനെ നമുക്കൊരു കൗണ്ടറായിട്ട് സങ്കല്പിക്കാം. കൗണ്ടറിൻ്റെ ആദ്യത്തെ വാല്യൂ എന്താണ്? അല്ലെ, സ്റ്റാർട്ടിംഗ് വാല്യൂ 1. അതുപോലെ തന്നെ ഞാൻ ഈ പ്രോഗ്രാമിൽ ഒരു കൗണ്ടർ ഇനിഷ്യലൈസ് ചെയ്യാൻ പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ I എന്ന വേരിയബിൾ 1 എന്ന് ഇനിഷ്യലൈസ് ചെയ്യാൻ പോവാണ്. ഇനീഷ്യലൈസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുക്കുക എന്നാണ് അർത്ഥം. ഇനി നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വൈൽ എന്ന് പറഞ്ഞ ഒരു കീവേഡാണ്. വൈൽ നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ സഹായിക്കും. പക്ഷെ നമ്മൾ അതിന് പറഞ്ഞു കൊടുക്കണം എപ്പോൾ വരെ റിപ്പീറ്റ് ചെയ്യണമെന്ന്. ഇവിടെ എപ്പോൾ വരെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? വൈൽ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആകുന്ന വരെ റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു കോളന് കൊടുക്കണം. എന്നിട്ട് എൻ്റർ. എന്ത് ചെയ്യണം? I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെ പ്രിൻറ്റ് പൈത്തൺ എന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐയുടെ വാല്യൂ ഒന്നുകൂടെ കൂട്ടും. നമ്മളിപ്പം കയ്യിൽ 1 എടുത്ത് വെക്കുമ്പോൾ പൈത്തൺ എന്ന് പറയും. പിന്നെ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി 2 ആവുമ്പം പൈത്തൺ എന്ന് പറയും, 3 ആവുമ്പം പൈത്തൺ എന്ന് പറയും. അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? I 1 ഇപ്പോൾ ഒന്നുകൂടെ കൂട്ടിക്കൊടുക്കും. I ഇസ് ഈക്വൽ ടു I പ്ലസ് 1. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യണം. പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പ്രിൻറ്റ് പൈത്തൺ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐക്ക് ഒരു വാല്യൂ കൂട്ടിക്കൊടുക്കണം. അതാണ് I ഇസ് ഈക്വൽ ടു I പ്ലസ് 1. ഈ സിൻടാക്സ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. വൈൽ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഒരു കോളനുണ്ട്. കോളൻ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ ബ്ലോക്കിനുള്ളിലുള്ളതാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ വൈൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ താഴെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ്സിന് തുടക്കത്തിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ പേരാണ് ഇൻഡൻറ്റേഷൻ. ഈ വൈൽ ബ്ലോക്കിനകത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പൈച്ചാം ഇത് നമ്മൾ എഴുതുമ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്പേസ് ഇട്ട് തരും. നമ്മളിപ്പോൾ സ്പേസ് ഇട്ടില്ലെങ്കിൽ അത് എററാണ്. ഇപ്പം ഞാൻ ഈ സ്പേസ് ഒന്ന് മാറ്റാൻ പോവാണ്. ഇപ്പം കണ്ടില്ലേ, റെഡ് ലൈൻ കണ്ടില്ലേ? അതിൻ്റെ അർത്ഥം എററാണെന്നാണ്. ഇപ്പം ഞാനിതൊന്ന് റൺ ചെയ്യാൻ പോവാണ്. കണ്ടോ? ഇൻഡൻറ്റേഷൻ എറർ, എക്സ്പെക്റ്റഡ് ആൻഡ് ഇൻഡൻറ്റഡ് ബ്ലോക്ക്. അതിൻ്റെ അർത്ഥം നമ്മൾ ഇതിനൊരു സ്പേസ് കൊടുക്കണമെന്ന്. ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴെയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനും ഒരേ സ്പേസാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഇതിന് ഇത്രയും സ്പേസ് കൊടുത്തു, ഇതിന് കുറച്ചുകൂടെ സ്പേസ് കൊടുത്താൽ ഉടനെ അത് മിസ്റ്റേക്ക് കാണിക്കും. ഒരു ബ്ലോക്കിൻ്റെ താഴെയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനും സെയിം നമ്പർ ഓഫ് സ്പേസസ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ശരിയായി. അപ്പോൾ 3 സ്റ്റെപ്സ് ആണ് നമ്മൾക്ക് വേണ്ടത്. ആദ്യം ഇനിഷ്യലൈസ് ചെയ്യണം വേരിയബിളിനെ, രണ്ടാമത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം, പിന്നെ വേരിയബിൾ ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കേട്ടോ, 5 പ്രാവശ്യം നമുക്ക് പൈത്തൺ എന്ന് കിട്ടി. ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. I നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു 1 ആയിട്ട്, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് 1. ഇനി നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. വൈൽ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണല്ലോ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? പ്രിൻറ്റ് പൈത്തൺ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാല്യൂ കൂട്ടിവിടും. 1 പ്ലസ് 1 2. ഇപ്പോൾ വൈയുടെ വാല്യൂ ഇവിടെ 2 ആണ്. ഇനി മുതൽ 1 അല്ല. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ 5 ആകുന്നവരെ ഇനി ഈ ലൂപ്പാണ് റൺ ചെയ്യുന്നത്. വൈൽ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ I ഇസ് ഈക്വൽ ടു 2 ആണ്. പിന്നെയും മുകളിൽ വന്നിട്ട് ചെക്ക് ചെയ്യും. വൈൽ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണ്. പിന്നെയും പൈത്തൺ സെക്കൻഡ് ടൈം പ്രിൻറ്റ് ചെയ്യും. പിന്നെ ഇവിടെ വന്ന് I ഇസ് ഈക്വൽ ടു I പ്ലസ് 1. 2 പ്ലസ് 1 ആയി 3 ആയി.
മുകളിൽ വന്ന് ചെക്ക് ചെയ്യും 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, ആണ്. അപ്പം മൂന്നാമത്തെ തവണയും പൈത്തൺ പ്രിൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ 4 ചെക്ക് ചെയ്യും, പിന്നെയും 4th ടൈം പൈത്തൺ പ്രിൻറ്റ് ചെയ്യും. ഇവിടെ വരുമ്പോൾ വീണ്ടും 5 ആകും. മുകളിൽ പോയി നോക്കും 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, 5 ഈക്വൽ ടു 5. അപ്പം 5ാമത്തെ തവണയും പൈത്തൺ പ്രിൻറ്റ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ 6 ആകും. 5 + 1 6 ആകും. മുകളിൽ പോയി ചെക്ക് ചെയ്യും 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, അല്ല. അപ്പോൾ കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആയി. പിന്നെ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യത്തില്ല. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇനി നിങ്ങൾക്ക് കൗണ്ടർ വേണമെങ്കിൽ 5ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ മനസ്സിലിപ്പം 5 പൈത്തൺ, 4 പൈത്തൺ, 3 പൈത്തൺ അങ്ങനെ വേണമെങ്കിലും തുടങ്ങാം. അപ്പോൾ കൗണ്ടർ അല്ലെങ്കിൽ നമ്മൾ വേരിയബിൾ 5 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം. അതായത് സ്റ്റാർട്ടിംഗ് വാല്യൂ 5 കൊടുക്കണം. അപ്പം ഞാനിവിടെ ഐക്ക് 5 സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുത്തു. പിന്നെ കണ്ടീഷൻ എന്താണ്, തിരിഞ്ഞു വരും. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അല്ല, ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. 5ൽ നിന്ന് 1 വരെ വരണം. 1ൻ്റെ താഴെ പോലെ 0 നെഗറ്റീവ് നമ്പർ ഒന്നും വേണ്ട നമുക്ക്. പൈത്തൺ പ്രിൻറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഐ = i - 1. 5ൽ നിന്ന് നമ്മൾ ഓരോ നമ്പർ കുറച്ച് കൊണ്ടുവരും. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, സെയിം റിസൾട്ട് തന്നെ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ആ നമ്പർ കൂടെ പ്രിൻറ്റ് ചെയ്യണമെങ്കിലോ, ഇപ്പോൾ 1 പൈത്തൺ, 2 പൈത്തൺ, 3 പൈത്തൺ അങ്ങനെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്പർ എവിടാണ് കിടക്കുന്നത്, ഐ എന്ന വേരിയബിളിലല്ലേ കിടക്കുന്നത്. അപ്പം ഐയും കൂടെ അങ്ങ് പ്രിൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ പ്രിൻറ്റിൻ്റെ അവിടെ ഐ ഒരു കോമയും കൂടെ കൊടുക്കണം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, 1 പൈത്തൺ, 2 പൈത്തൺ, 3 പൈത്തൺ അങ്ങനെ കിട്ടും. ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴെ സ്പേസ് കഴിഞ്ഞ് എഴുതുന്നതിനെല്ലാം നമ്മൾ ലൂപ്പ് ബോഡി എന്നാണ് പറയുന്നത്. കണ്ടീഷൻ ട്രൂ ആകുന്ന വരെ ഈ ബോഡിയിൽ നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നോ അതെല്ലാം വർക്ക് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാലോ ബോഡി എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഫോൾസ് ആയി, അതായത് ഐ ഗ്രേറ്റർ ദാൻ 5 ആയി, ഐ ഇപ്പം 6 ആയെങ്കിൽ ഈ വൈൽ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യത്തില്ല. ആ ഐ 6 ആയാൽ ഈ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യാതെ ഈ ലൂപ്പിൻ്റെ വെളിയിൽ വരും. നമുക്കപ്പം ഈ ലൂപ്പിൻ്റെ വെളിയിൽ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം ഈ ലൂപ്പ് ഇവിടെ എൻഡ് ചെയ്തു. കണ്ടീഷൻ ഫോൾസ് ആയപ്പോൾ ഈ ലൂപ്പ് എൻഡ് ചെയ്തെന്ന്. കാരണം കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ലൂപ്പിനുള്ളിലെ കാര്യങ്ങൾ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് ലൂപ്പിൻ്റെ വെളിയിൽ വന്നിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കാം. അപ്പം ലൂപ്പ് കണ്ടീഷൻ ഫോൾസ് ആയി വെളിയിൽ വരുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ സ്പേസ് കഴിഞ്ഞ് എഴുതി കൊടുക്കരുത്. കാരണം സ്പേസ് കഴിഞ്ഞ് എഴുതി കൊടുക്കുന്നതെല്ലാം ലൂപ്പ് ബോഡിയാണ്, ലൂപ്പിനുള്ളിലാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇവിടെ സ്പേസ് ഉണ്ട്, അവിടെ എഴുതരുത്. ഞാൻ സ്പേസ് അങ്ങ് മാറ്റിയിട്ട് വെളിയിൽ എഴുതും. പ്രിൻറ്റ് നമുക്ക് പ്രോഗ്രാം എൻഡഡ് എന്ന് എഴുതി കൊടുക്കും. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, 5 പ്രാവശ്യം പൈത്തണെന്ന് പ്രിൻറ്റ് ചെയ്തു. 6ാമത്തെ പ്രാവശ്യം കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ ലൂപ്പിന് വെളിയിൽ വന്നു. വെളിയിൽ വന്നപ്പോൾ നമ്മൾ അവിടെ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. അടുത്തതായിട്ട് ഞാൻ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാം പഠിപ്പിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നം എന്നൊരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാൻ പോവാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, നം = 1. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. വൈൽ നം, നമ്മൾ 10 വരെയുള്ള നമ്പേഴ്സാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 : എന്ത് ചെയ്യണം, പ്രിൻറ്റ് നം. നം എന്ന വേരിയബിളിലെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്താണ്, നം ഇൻക്രിമെൻറ്റ് ചെയ്യണം. നം = നം + 1. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, 1 2 3 4 5 6 7 8 9 10 വരെ പ്രിൻറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓഡ് നമ്പേഴ്സ് മാത്രം പ്രിൻറ്റ് ചെയ്താൽ മതിയെങ്കിലോ. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 3 ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. എന്താണ് അതിൻ്റെ ലോജിക്ക്, 1 പ്രിൻറ്റ് ചെയ്ത് പിന്നെ ഇവിടെ ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ നടക്കുമ്പോൾ 2 ആണ് വരുന്നത്. പക്ഷെ നമുക്ക് 3 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും, നം = നം + 2 ചെയ്താൽ മതി. അപ്പോൾ 1 + 2 3 ആയിക്കോളും. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 3 + 2 ആകുമ്പോൾ 5 വരും. പിന്നെ 5 + 2 7 അങ്ങനെ വരും. എന്നിട്ട് ഞാൻ റൺ ചെയ്യാൻ പോവാണ്. കണ്ടോ, 1 3 5 7 9 എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈവൻ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണേ എന്ത് ചെയ്യണം, നം = 1 എന്ന് ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് പകരം നം = 0 ആണ് സ്റ്റാർട്ടിംഗ് വാല്യൂ. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, 0 2 4 6 8 9 10. ഇതിപ്പോൾ ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് എത്ര വേണമെങ്കിലും നിങ്ങൾക്കിവിടെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതാണ് നെസ്റ്റഡ് വൈൽ ലൂപ്പ്.
ഒരു വൈൽ ലൂപ്പിനകത്ത് മറ്റൊരു വൈൽ ലൂപ്പ് വരുമ്പോഴാണ് അതിനെ നെസ്റ്റഡ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. നമുക്കിതൊരു പ്രോഗ്രാം ചെയ്ത് മനസ്സിലാക്കാം. ആ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് ലൈനയിൽ 1 എന്നെഴുതി 5 സ്റ്റാർ വരും. സെക്കൻഡ് ലൈനിൽ 2 എന്നെഴുതി 5 സ്റ്റാർ വരും. തേർഡ് ലൈനിൽ 3 എന്നെഴുതി 5 സ്റ്റാർ വരും. ഫോർത്തിൽ 4 എന്നെഴുതി 5 സ്റ്റാർ വരും. ഫിഫ്ത്തിൽ 5 എന്നെഴുതി 5 സ്റ്റാർ വരും. ഇതായിരിക്കും ഔട്ട്പുട്ട്. ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ക്ലോക്കിൽ അവറിൻ്റെ സൂചിയുണ്ട്, മിനിറ്റിൻ്റെ സൂചിയുണ്ട്, സെക്കൻഡ്സിൻ്റെയും സൂചിയുണ്ട്. ഇപ്പോൾ 1 മണി ആയെന്ന് സങ്കല്പിക്കുക. 1 മണി കഴിഞ്ഞിട്ട് 60 മിനിറ്റ് കഴിഞ്ഞിട്ടേ 2 മണി ആവത്തുള്ളൂ. അതായത് 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് 1 മുതൽ 60 മിനിറ്റ് വരെ പോകണം. അതുപോലെ തന്നെ 2 മണിക്കും 3 മണിക്കും ഇടയ്ക്കും 1 മുതൽ 60 മിനിറ്റ് വരെ പോകണം. അതേ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നെസ്റ്റഡ് വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ടർ ലൂപ്പുമുണ്ട്, ഒരു ഇന്നർ ലൂപ്പുമുണ്ട്. നമുക്ക് ഈ 1 മണി 2 മണി 3 മണി 4 മണി ഇതിനെയെല്ലാം ഔട്ടർ ലൂപ്പായിട്ട് കാണാം. അതുപോലെ ഈ 1 മുതൽ 60 വരെ എന്നുള്ളത് ഇന്നർ ലൂപ്പായിട്ടും കാണാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഔട്ടർ ലൂപ്പ് 1 എന്ന് ഇനീഷ്യലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇന്നർ ലൂപ്പാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് 60 പ്രാവശ്യം. പിന്നെ ഔട്ടർ ലൂപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആവത്തുള്ളൂ. വീണ്ടും ഇന്നർ ലൂപ്പ് 1 to 60 മിനിറ്റ്സ് പോകും. അത് കഴിഞ്ഞിട്ട് ഔട്ടർ ലൂപ്പായ 2 ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 ആകും. അങ്ങനെയാണ് പോകുന്നത്. ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് തുടങ്ങാം. നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഔട്ട്പുട്ടിൻ്റെ പടം ഒന്ന് കണ്ടോണം. ഇവിടെ നമുക്ക് കാണാം ആദ്യത്തെ ലൈനിൽ 1 പിന്നെ 5 സ്റ്റാർ, രണ്ടാമത്തെ ലൈനിൽ 2 പിന്നെ 5 സ്റ്റാർ, അങ്ങനെയാണ് പോകുന്നത്. നമ്മൾ എക്സാമ്പിളിൽ കണ്ട പോലെ നമുക്ക് ഔട്ടർ ലൂപ്പുമുണ്ട്, ഇന്നർ ലൂപ്പുമുണ്ട്. നെസ്റ്റഡ് വൈൽ ലൂപ്പിന് ഔട്ടർ ലൂപ്പിൽ 1 2 3 4 5 ആണ് പോകുന്നത്. ഇന്നർ ലൂപ്പിൽ സ്റ്റാർ ആണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഔട്ടർ ലൂപ്പ് ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഔട്ടർ ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഒരു വേരിയബിൾ എടുത്ത് i = 1 അല്ലെ ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുത്തു. ഇനി നമ്മൾ കണ്ടീഷൻസ് വൈൽ i <= 5 വരെയാണ് നമുക്ക് വേണ്ടിയത്. കോളൻ എന്ത് ചെയ്യണം? പ്രിൻറ്റ് i ആണ്. ഐക്കകത്തെ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഐക്കകത്ത് വാല്യൂ ആണ് 1 2 3 4 5. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫസ്റ്റ് i 1 ആയി. അപ്പം 1 പ്രിൻറ്റ് ചെയ്തു. ഇനി നമുക്ക് 4 സ്റ്റാറാണ് വേണ്ടിയത്. നമ്മുടെ എക്സാമ്പിളിൽ 1 to 60 മിനിറ്റ്സ് ഇന്നർ ലൂപ്പ് പോകുന്നത് പോലെ ഇവിടെ 5 പ്രാവശ്യം സ്റ്റാർ ഇന്നർ ലൂപ്പിൽ പോകും. അപ്പം ഞാൻ വീണ്ടും ഇന്നർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഞാൻ വൈൽ വേറൊരു വേരിയബിളാണ് ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. j <= 5 ടൈംസ് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം. എന്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്? പ്രിൻറ്റ് സ്റ്റാർ. അതൊരു കോട്ട്സിലാണ് കൊടുക്കേണ്ടത്, ഒരു ക്യാരക്ടറായുണ്ട്. പ്രിൻറ്റ് സ്റ്റാർ. പക്ഷെ നമ്മളിവിടെ j ഇനീഷ്യലൈസ് ചെയ്തില്ല. j = 1. പിന്നെ താഴെ വന്ന് j = j+1 ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇന്നർ ലൂപ്പിലൂടെ 5 ടൈംസ് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. ഔട്ടർ ലൂപ്പ് ഇപ്പോൾ 1 ആണ്. നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് 1 ആയിട്ട് വെച്ചു. ഇന്നർ ലൂപ്പിൽ 5 ടൈംസ് സ്റ്റാർ പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഔട്ടർ ലൂപ്പ് ഇൻക്രിമെൻറ്റ് ചെയ്യണം. 1 ഔട്ടർ ലൂപ്പാണ്. അത് കഴിഞ്ഞ് 5 സ്റ്റാർ ഇന്നർ ലൂപ്പിലൂടെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 1നെ 2 ആക്കണം. അപ്പോൾ ഈ ലൂപ്പ് 5 ആയി കഴിയുമ്പോൾ ഇതിന് വെളിയിൽ വരും. വെളിയിൽ വരുമ്പോൾ നമുക്ക് i ഇൻക്രിമെൻറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ അല്ല ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. കാരണം ഈ ബ്ലോക്ക് ഇന്നർ ലൂപ്പിൻ്റെ. അപ്പം നമ്മൾ ആ സ്പേസ് കഴിഞ്ഞ് എഴുതാൻ പാടില്ല. ഔട്ടർ ലൂപ്പിൻ്റെ നേരെയാണ് എഴുതേണ്ടത്. അപ്പം ഞാൻ ഒരു സ്പേസ് അങ്ങ് കളയുവാണ്. ഇവിടെ ഞാൻ i = i+1 അപ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇപ്പോൾ i 2 ആണ്. അപ്പം നമ്മൾ ഔട്ടർ ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഇവിടെ വന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇന്നർ ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇത്രയുമായി. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് റിസൾട്ട് വരുന്നത്. 1 കഴിഞ്ഞിട്ട് 5 സ്റ്റാർ, 2 കഴിഞ്ഞിട്ട് 5 സ്റ്റാർ, അങ്ങനെയാണ് പോകുന്നത്. അടുത്ത ലൈനിലേക്ക് പോവുകയാണ്. നമുക്ക് ഇങ്ങനെയല്ല വേണ്ടിയത്, നമുക്ക് ഒരു ലൈനിൽ തന്നെയാണ് വേണ്ടത്. ഇതെന്താണ് ഇങ്ങനെ വന്നത്? കാരണം ഈ പ്രിൻറ്റ് ഫങ്ഷൻ എപ്പോഴും അടുത്ത ലൈനിലേക്ക് പോകും. ഒരു ന്യൂ ലൈനിലേക്ക് ഈ പ്രിൻറ്റ് ഫങ്ഷൻ എപ്പോഴും പോകും. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ലൈൻ ബൈ ലൈൻ കിട്ടിയിരിക്കുന്നത്. അത് മാറ്റാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ i കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് ഒരു എൻഡ് പാരാമീറ്റർ കൊടുക്കണം. അതെങ്ങനെയാണ് എഴുതുന്നത്? end = 2 കോഡ്സ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഈ സ്റ്റാറിൻ്റെ അവിടെയും നമുക്ക് അടുത്ത ലൈനിൽ പോകരുത്. അവിടെ തന്നെ ബാക്കി സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ കോമ ഇട്ടിട്ട് end = 2 കോഡ്സ് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം.
ഇപ്പം കണ്ടോ, എല്ലാം ഒരേ ലൈനിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അതെന്താണ്? നമുക്ക് ഈ 5 സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ലൈനിൽ പോകണം അല്ലേ? അത് നമ്മളവിടെ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 സ്റ്റാർ കഴിഞ്ഞിട്ട് ഈ ലൂപ്പിന് വെളിയിൽ വരുമ്പോൾ നമ്മളൊരു പ്രിൻ്റ് ഫംഗ്ഷൻ കൊടുക്കണം. പ്രിൻ്റ് ഫംഗ്ഷൻ കൊടുത്താൽ അത് അടുത്ത ലൈനിൽ പോകും. അടുത്ത ലൈനിൽ പോയിട്ട് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 2 അടുത്ത ലൈനിൽ പോയിക്കോളും. അല്ലെങ്കിൽ 2 കഴിഞ്ഞ് 3 അടുത്ത ലൈനിൽ പോകും. ഇനി ഞാനിതൊന്ന് റൺ ചെയ്യുക. ഇപ്പം നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടി. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. n പാരാമീറ്റർ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം പ്രിൻ്റ് ഫംഗ്ഷൻ ന്യൂ ലൈനിലേക്ക് പോകും. n പാരാമീറ്റർ എന്ത് ചെയ്യും? പ്രിൻ്റ് ഫംഗ്ഷനെ ന്യൂ ലൈനിലേക്ക് പോകാൻ സമ്മതിക്കത്തില്ല. അതിന് പകരം അവിടെ ഒരു സ്പേസ് ഇടും. അപ്പോൾ അടുത്ത ക്യാരക്ടർ ആ ലൈനിൽ തന്നെ പ്രിൻ്റ് ആവും. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഞാൻ ഈ പ്രോഗ്രാമിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോവാണ്. നമുക്ക് 1 കഴിഞ്ഞിട്ട് 1 സ്റ്റാർ മതി, 2 കഴിഞ്ഞിട്ട് 2 സ്റ്റാർ വേണം, 3 കഴിഞ്ഞിട്ട് 3 സ്റ്റാർ വേണം. അങ്ങനെ പോകണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ഈ 1, 2, 3, 4, 5 എന്നൊക്കെ ഇരിക്കുന്നത് വേരിയബിളാണ്. അപ്പം നമ്മൾ ഇന്നർ ലൂപ്പിൽ <5 എന്ന് പറയുന്നതിന് പകരം <i എന്ന് കൊടുത്താൽ മതി. ഐയിൽ ഏത് വാല്യൂ ആണോ ഇരിക്കുന്നത് അതുവരെ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ 1 ആണെങ്കിൽ j<1 സ്റ്റാറേ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. തിരിച്ചു പോയി 2 ആകുമ്പോൾ <2 അപ്പോൾ 2 സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. അങ്ങനെ പോകും. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വന്നു. ഇനി നമുക്ക് ഈ 1, 2, 3, 4, 5 ഒന്നും വേണ്ട, സ്റ്റാർ മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഈ അങ്ങ് പ്രിൻ്റ് ചെയ്യാതിരുന്നാൽ പോരെ? പ്രിൻ്റ് എന്നുള്ളത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഞാനൊരു കമൻ്റ് ആക്കി ഇടാൻ പോവാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്കൊരു സ്റ്റാർ അല്ലെങ്കിൽ ആസ്ട്രിക്സിൻ്റെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ കിട്ടി. ഇനി നമുക്കിതിപ്പോൾ 5 ലൈനേ ഉള്ളൂ. നമുക്കിത് ഒരു 15 ലൈൻ ആക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ലൈൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? അതെല്ലാം ഈ വേരിയബിളാണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ? 1, 2, 3, 4, 5 എത്ര ലൈൻ വേണമെന്നുള്ളത് ഈ ഔട്ടർ വേരിയബിളായ വേരിയബിളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഞാനിതൊരു 15 ആക്കുക. <15. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും കൊടുക്കാം. ഞാനിപ്പോൾ റൺ ചെയ്യുവാണ്. കണ്ടോ, വലിയൊരു ട്രയാങ്കിൾ കിട്ടി. നമ്മളിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരാൻ പോവാണ്. എനിക്കിങ്ങനെ ഒരു ഔട്ട്പുട്ട് വേണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇത് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഇത് ചെയ്യാനുള്ള ട്രിക്ക് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കി ചെയ്താൽ മതി. ആ ലോജിക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു റിവേഴ്സ് ട്രയാങ്കിൾ കിട്ടും. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.